രാവിലെ എണ്ണീട്ട് ഉടനെ കുറച്ച് പുട്ടും കടലയൊക്കെ കഴിച്ചങ്ങ് തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടെ റെഡി ആയിട്ട് ഇപ്പോൾ പോകുകയാണ് കേട്ടോ പാപ്പന്റെ ഒക്കെ വീട്ടിലേക്ക്. ഇന്നത്തെ ഞങ്ങളുടെ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അമ്മയുടെ ഉടുപ്പാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്, ഞങ്ങളുടെ ഉടുപ്പാണ് അമ്മ ഇട്ടേക്കുന്നത്. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചിക്കുവിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ചിക്കുവിന്റെ കുത്തിയോട്ടമൊക്കെ ഉണ്ട് ഇന്ന്. അത് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ വെളിയിൽ ചക്ക നിൽക്കുന്നത് അമ്മ ശ്രദ്ധിച്ചതാണോ അതോ ഇനി ഇവർക്ക് അറിയാമായിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ ചെന്ന് കാര്യം പറഞ്ഞ് വെളിയിലോട്ട് 2 റൗണ്ട് നടന്നിട്ട് ചക്കയും വെട്ടിയെടുപ്പിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. ഇത് ഞങ്ങളെ കാണാൻ വേറൊരാൾ വന്നു. അയാളുമായിട്ട് സ്വാതി ഒരു സെൽഫി ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാണാനല്ല കേട്ടോ വന്നത്. ഇവിടെ കുറച്ച് ചിക്കൻ കറിയും ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനേ കണ്ട് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ. ഒരുപാട് നേരം ഇരുന്നില്ല. വൈകിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്നുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ചെന്നിട തൊട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി തരുകയും കഴിപ്പിക്കുകയൊക്കെ ആയിരുന്നു. ഇറങ്ങാൻ നേരം കയ്യിൽ ഓമയ്ക്കൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓമനമ്മ അച്ഛനും കൂടെ വിട്ടു ഞങ്ങളെ. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സുജാതമ്മയുടെ വീട്ടിലാണ് പോയത്. അവിടോട്ട് ഞങ്ങൾ ചെന്നപ്പോഴേ ടോക്കി ഭയങ്കര കുറയായിരുന്നു കേട്ടോ. എന്നെ പണ്ടൊന്ന് കടിക്കാൻ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. നമ്മുടെ തകളി അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി കേട്ടോ. പോകാൻ നേരം ആയപ്പോഴത്തേക്കും പുള്ളി കുറച്ചൊന്ന് ഒതുങ്ങി. ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതും കഴിച്ചു.